Hello everyone. എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഫ്രം ദ സീറോ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ ഒരു വീഡിയോ സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്, പാർട്ട് 2 ആണിത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിൻഡോസ് മെഷീനിൽ എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ഒരു വെബ്സൈറ്റിൻ്റെ പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വെബ്സൈറ്റ് എന്നുള്ളൊരു ഫോൾഡർ എൻ്റെ ഫോൾഡറിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെർവറിൻ്റെ ഫോൾഡറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വെബ്സൈറ്റ് എന്നാണ് ഫോൾഡറിൻ്റെ പേര്. അതുപോലെ തന്നെ ഞാനിവിടെ ബ്രൗസറിൽ ലോക്കൽ ഹോസ്റ്റ് /ഫസ്റ്റ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡയറക്റ്റ് URL വിളിക്കുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇതാണ് നമ്മുടെ ഡൊമൈൻ അഡ്രസ്സ് അല്ലെങ്കിൽ വെബ്സൈറ്റ് അഡ്രസ്സ്. ഇവിടെ നമ്മൾ ലോക്കലി നമ്മുടെ കമ്പ്യൂട്ടറിലാണ് ഈ സെറ്റപ്പ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഡ്രസ്സിലായിരിക്കും നമ്മുടെ ഫോൾഡേഴ്സ് അല്ലെങ്കിൽ വെബ്സൈറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഡൊമൈൻ അഡ്രസ്സ് എന്ന് പറയുന്നത്. ആ ഡൊമൈൻ അഡ്രസ്സ് പോയിന്റ് ചെയ്യുന്നത് നമ്മുടെ ലോക്കൽ ഹോസ്റ്റിൻ്റെ ഡയറക്ടറിയിലാണ്. വെബ്സൈറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. എക്സാമ്പിനകത്തെ C ഡ്രൈവിൽ എക്സാമ്പിനകത്ത് HD docs എന്ന് പറയുന്നൊരു ഫോൾഡറിൽ അതിലേക്കാണ് ഈ ലോക്കൽ ഹോസ്റ്റ് പോയിന്റ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഞാൻ ഫസ്റ്റ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ആ ഫോൾഡറിനകത്താണ് ഞാൻ എൻ്റെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇത് കുറച്ച് സ്പെഷ്യലാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫോൾഡറിനകത്ത് ഒരു ഫയലോ കണ്ടൻറ്റോ ഒന്നുമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിവിടെ ഒരു file.txt ഇങ്ങനൊരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഞാൻ അങ്ങനെ ഒരു സാധാരണ ഒരു ടെക്സ്റ്റ് ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഫോൾഡറിൽ കൊടുത്തിരുന്നു. എന്നിട്ട് നമ്മുടെ ബ്രൗസറിലേക്ക് വരുമ്പോൾ ആ ഫയൽ ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള കണ്ടൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും, അല്ലേ? ഈ ഒരു രീതിയിലാണ് അത് ഡീഫോൾട്ടായിട്ട് നമ്മളിപ്പോൾ ഡീഫോൾട്ടായിട്ടല്ല, നമ്മുടെ ഫസ്റ്റ് വെബ്സൈറ്റ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് ആകെ നമ്മളൊരു file.txt എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ഫയൽ മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ ബ്രൗസ് ചെയ്ത രീതി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ആ ഫയൽ നമ്മുടെ ഫോൾഡറിലേക്ക് വിസിറ്റ് ചെയ്ത സമയത്ത് ആ ഒരു ഫയലിനെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനകത്തെ കണ്ടൻറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് file.txt എന്നുള്ള ഫയലിനകത്തെ കണ്ടൻറ്റ് നമ്മൾ കണ്ടത്. പക്ഷെ നമ്മുടെ വെബ്സൈറ്റുകൾ അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയെന്ന് blueshell.com ഈ ഒരു ഡൊമൈൻ അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു പേജ് വിസിബിളായി വരുന്നുണ്ട്. ഈ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്തുള്ള ഇമേജ്, കണ്ടൻറ്റ്, ഡിസൈൻ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു വ്യൂ ആയിരിക്കണം നമുക്ക് ഇവിടെ വരേണ്ടത്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ വരുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു .txt എക്സ്റ്റൻഷനിലുള്ളൊരു ടെക്സ്റ്റ് ഫയൽ മാത്രമേ ഈ ഫസ്റ്റ് വെബ്സൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ സാധാരണ ഓരോ ഫയൽ, ഇപ്പോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇമേജ് ഒക്കെ ബ്രൗസ് ചെയ്യുന്ന പോലെ നമ്മളൊരു ഫയലിനെ ഓപ്പൺ ചെയ്യുന്ന അതേ രീതിയിൽ ഈ സെർവർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്താണ് ഈ കാണുന്നത്. തൽക്കാലത്തേക്ക് ഈ ഒരു ഫയലിൻ്റെ ആവശ്യം നമുക്കില്ലാത്തതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഓക്കെ, ഇനി നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഡിലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഡയറക്ടറിയിൽ പോയിട്ടൊന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ file.txt എന്ന് പറഞ്ഞ ഫയൽ അവിടെ നിന്ന് ഡിലീറ്റ് ആയിരിക്കുന്നത് കാണാൻ പറ്റും. കാരണം ഞാനത് ആ ഫോൾഡറിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ ഈ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബേസിക്കായിട്ട് HTML എന്ന് പറയുന്ന ആ ഒരു ലാംഗ്വേജാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ HTML എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം W3 സ്കൂൾസിൻ്റെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറച്ച് HTML കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഡയറക്റ്റായിട്ട് ഈ ഒരു HTML കണ്ടൻറ്റ് നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കി ഇതിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ file.txt എന്നുള്ളൊരു എക്സ്റ്റൻഷനായിരുന്നു നമ്മൾ മുമ്പ് ടെക്സ്റ്റ് ഫയലിന് കൊടുത്തിരുന്നത്. പകരം ഞാനിവിടെ file.html എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സ്റ്റൻഷൻ ഞാനിവിടെ കൊടുക്കുന്നു. ഓക്കെ, അത്ര ഞാൻ കൊടുത്തതിന് ശേഷം നമ്മൾ കോപ്പി ചെയ്ത് അതേ കണ്ടൻറ്റ് അതുപോലെ ഞാനത് പേസ്റ്റ് ചെയ്യുന്നു. അപ്പം ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ കുറേ ടൈപ്പ് HTML അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ബ്രൗസ് ചെയ്ത് നോക്കാം. അതായത് നമ്മുടെ ബ്രൗസറിൽ വന്നു, നമ്മുടെ ഫസ്റ്റ് വെബ്സൈറ്റ് എന്ന് പറയുന്ന ഫോൾഡറിൽ വന്നിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിയുമ്പം ഇവിടെ file.html എന്ന് പറയുന്ന ഒരു
ഫയലിനെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നമുക്കത് സിമ്പിളായിട്ട് അതിന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ദിസ് ഈസ് എ ഹെഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ഫോണ്ടിലുള്ള വലിയൊരു ബിഗർ സൈസിലുള്ള ഒരു ടെക്സ്റ്റും ദിസ് ഈസ് എ പാരഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്മോളർ സൈസിലുള്ളൊരു ടെക്സ്റ്റും നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്തു. HTML ഫയൽ ക്രിയേറ്റ് ചെയ്തതിനകത്ത് നമ്മൾ കുറച്ച് കണ്ടൻ്റ് എല്ലാം ഇവിടുന്ന് ഈ പറയുന്ന W3 Schools എന്ന് പറയുന്ന സൈറ്റിൽ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പേജിൽ നമ്മളതിനെ സേവ് ചെയ്തിട്ട് നമ്മൾ ഫോൾഡറിൽ പോയിട്ട് അത് റിഫ്രഷ് ചെയ്തപ്പോൾ ആ ഫയൽ ഇവിടെ വന്നു. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ദിസ് ഈസ് എ ഹെഡിങ്, ദിസ് ഈസ് എ പാരഗ്രാഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റ് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, നമ്മൾ മുമ്പ് TXT ഫയൽ കൊടുത്ത സമയത്ത് ഒരു ഹായ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടൻറ്റ് മാത്രമാണ് നമ്മൾ കൊടുത്തത്. ഇപ്പോൾ ഇവിടെ ഞാനത് ക്രിയേറ്റ് ചെയ്യണം, file.txt എന്ന് കൊടുത്തിട്ട് നമ്മൾ മുമ്പ് ചെയ്തത് ഹായ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്സ്റ്റ് മാത്രമേ നമ്മൾ കൊടുത്തുള്ളൂ. അപ്പം ഈ ടെക്സ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത സമയത്ത്, അതായത് പുറകിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഒന്നുകൂടി റിഫ്രഷ് ചെയ്യുമ്പോൾ file.txt എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഫയൽ ഓപ്പൺ ചെയ്ത സമയത്ത് ഹായ് എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇതേ കണ്ടൻറ്റ് മാത്രമേ നമ്മളിവിടെ നമ്മുടെ ഈ ഫയലിനകത്ത് കൊടുത്തിട്ടുള്ളൂ അല്ലേ. പക്ഷേ file.txtയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നതിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇവിടെ TXT ഫയലിനകത്ത് ഹായ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് കണ്ടൻറ്റ് കൊടുത്തെങ്കിൽ ഈ HTML ഫയലിലേക്ക് വരുമ്പം നമ്മളിവിടെ കുറച്ച് HTML ഹെഡ്, ടൈറ്റിൽ, ബോഡി എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും സ്ലാഷ് ഹെഡ്, സ്ലാഷ് ബോഡി, സ്ലാഷ് HTML എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അവിടെ ഡിസ്പ്ലേ ആവുന്നില്ല. പകരം ഈ പറയുന്ന ദിസ് ഈസ് എ ഹെഡിങ് എന്ന് പറയുന്ന കണ്ടൻറ്റും ദിസ് ഈസ് എ പാരഗ്രാഫ് എന്ന് പറയുന്ന കണ്ടൻറ്റും ഈ പേജ് ടൈറ്റിൽ എന്ന് പറയുന്ന കണ്ടൻറ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഈ file.html എടുത്തു കഴിഞ്ഞാൽ ഈ മുകളിൽ ഇതിൻ്റെ ടാബിൽ നമുക്ക് പേജ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് കണ്ടൻറ്റും വന്നിരിക്കുന്ന ടെക്സ്റ്റും വന്നിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ TXT ഫയലുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറേയധികം കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ആ കണ്ടൻറ്റ് ടെക്സ്റ്റ് കണ്ടൻ്റായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഈ വെബ്സൈറ്റിൽ നമ്മൾ കൊടുത്ത ഫയലിൽ ഡിസ്പ്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു HTML ഫയൽ എന്ന് പറയുന്നത്. ഒരു HTML ഫയലിന് അത് എഴുതുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അതിന് കുറച്ച് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതിനെ എലമെൻറ്റ്സ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതൊരു എലമെൻ്റാണ്, HTML എലമെൻറ്റ്, ഹെഡ് എലമെൻറ്റ് അല്ലെങ്കിൽ ബോഡി എലമെൻ്റ് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് ടൈറ്റിൽ എന്ന് പറയുന്ന എലമെൻറ്റിനാണെങ്കിൽ ഒരു ഓപ്പണിംഗ് ടാഗ് ഉണ്ടാവും, ഒരു ക്ലോസിംഗ് ടാഗ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പം HTML എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. ഒരു ലാംഗ്വേജാണ് അല്ലേ, ഒരു വെബ്സൈറ്റിൻ്റെ പേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാംഗ്വേജാണ്. ആ ലാംഗ്വേജ് എഴുതുന്നതിന് ചില പ്രത്യേകതകളും ചില രീതികളും ഉണ്ട്. അതിന് നമ്മൾ സിൻടാക്സ് എന്ന് പറയും. അപ്പം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അത്തരം ഒരു സിൻടാക്സ് ആണ്. സിൻടാക്സ് എന്ന് പറയുമ്പം ഒരു HTML ഫയലിന് ഡീഫോൾട്ടായിട്ട് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഈ ടെക്സ്റ്റ് കണ്ടൻറ്റ് ഒഴിവാക്കി നമ്മൾ ഈ ടൈറ്റിലും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി കാണുന്ന ഈ ഒരു ഇത്രയും പോർഷൻ ഡോക് ടൈപ്പ് HTML, ദെൻ HTML എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ്, ഞാൻ പറഞ്ഞു ഇതൊരു എലമെൻ്റാണെന്ന് പറഞ്ഞു, അതിനൊരു ഓപ്പണിംഗ് ടാഗുണ്ട്, ഒരു ക്ലോസിംഗ് ടാഗുണ്ട്, അതുപോലെ ഇവിടെ ഒരു ഹെഡ് എന്ന് പറയുന്ന ഒരു ടാഗ് ഓപ്പൺ ചെയ്ത് ഹെഡ് എന്ന് പറഞ്ഞിട്ട് ടാഗ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഈ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ശ്രദ്ധിച്ചാൽ കാണാം ഇവിടെ ഹെഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ സ്ലാഷ് ഹെഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ബോഡി എന്ന് പറയുന്ന ഒരു ടാഗ് ഓപ്പൺ ചെയ്തു, സ്ലാഷ് ബോഡി എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പം അങ്ങനെ നമ്മളതിനെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൊടുത്ത് എലമെൻറ്റ് ചെയ്തു. ഏറ്റവും ബേസിക് ആയിട്ട് HTML ഫയലിന് വേണ്ടുന്ന സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ഇവിടെ ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു ഇത് കൊടുക്കുന്നു, അതിൻ്റെ കൂടെ നമ്മൾ കണ്ടൻറ്റ് കൊടുക്കുന്നു. അപ്പം ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ HTML ഫയലിൻ്റെ വരുന്നത്. അപ്പം ഒരു ബേസിക് സ്ട്രക്ചർ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു, എങ്ങനെയാണ് ഔട്ട്പുട്ട് ചെയ്യുന്നത് പഠിച്ചു. പക്ഷേ ഇവിടെ ഇനിയും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇവിടെ ഈ പറയുന്ന ദിസ് ഈസ് എ ഹെഡിങ് എന്ന് പറയുന്ന ടെക്സ്റ്റിൻ്റെ സ്റ്റൈലും ഇതിൻ്റെ സ്റ്റൈലും തമ്മിൽ മേജറായിട്ടുള്ള ഡിഫറൻസസ് ഉണ്ടല്ലേ. ഇത് കുറച്ചും കൂടി ബോൾഡാണ്, ഫോണ്ട് സൈസ് കൂടുതലാണ്. ഇത് പക്ഷേ വളരെ ചെറുതും സാധാരണ കാണുന്ന പോലത്തെ ഒരു ടെക്സ്റ്റിൻ്റെ സൈസൊക്കെ നോർമൽ സൈസായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. ഔട്ട്പുട്ട് കാണുമ്പോൾ വ്യത്യാസമുണ്ട്. പക്ഷേ ഔട്ട്പുട്ട് കാണുമ്പോൾ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൻ്റെ ലാംഗ്വേജിൽ നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്നവിടെയും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം ഒരു H1 എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് ടാഗ് കൊടുത്തിട്ട് അതിന് ശേഷം കണ്ടൻറ്റ് നമ്മൾ കൊടുത്തിട്ട് /H1 എന്ന് പറയുന്ന
/h1 എന്ന് പറയുന്ന ഒരു ക്ലോസിംഗ് ടാഗും കൊടുത്തിട്ട് അതിനുള്ളിലാണ് ദിസ് ഈസ് എ ഹെഡിങ് എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ പി എന്ന് പറയുന്ന ഒരു എലമെൻറ്റിൻ്റെ ടാഗ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം /p എന്ന് പറയുന്ന ഒരു എലമെൻറ്റിൻ്റെ ക്ലോസിംഗ് ടാഗും കൊടുത്തിട്ട് അതിനുള്ളിലാണ് ദിസ് ഈസ് എ പാരഗ്രാഫ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതും നമ്മൾ കൊടുത്തിരിക്കുന്ന ലാംഗ്വേജിന് പ്രകാരം h1 എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനുള്ളിലാണ്, ഇവിടെ p എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനുള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് സിൻടാക്സുകളാണ് നമ്മുടെ HTML അവൈലബിൾ ആയിട്ടുള്ളത്. ഹെഡിങ്ങുകൾ കൊടുക്കാനാണ് നമ്മൾ ഈ h1 എന്ന് പറയുന്ന എലമെൻറ്റുകൾ കൊടുക്കുന്നത്. അതുപോലെ h1 അല്ലാതെ നമുക്ക് h2 എന്ന് പറയുന്നൊരു നമുക്കിവിടെ ഹെഡിങ് 2 h2 ഉണ്ട്, അതുപോലെ h3 ഉണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. അങ്ങനെ വന്നിട്ട് h6 വരെ നമുക്ക് അവൈലബിൾ ആണ്, ഹെഡിങ് 6. അപ്പം ഞാനിവിടെ 4ഉം 5ഉം കൂടി ഞാൻ ആഡ് ചെയ്യാം, ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഹെഡിങ് 4 കൊടുത്തു, ഇനി നമ്മുടെ ഹെഡിങ് 5ഉം കൂടി കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇവിടെ ഹെഡിങ് 1 ഇതാണ്, ഹെഡിങ് 2 എന്ന് പറയുന്ന ഇതാണ്, ഹെഡിങ് 3. അപ്പോൾ ഓരോ ഹെഡിങ്ങിൻ്റെ എലമെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള ഫോണ്ട് സൈസും ഫോണ്ട് സ്റ്റൈലും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെയാണ് പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്ന സെൻറ്റൻസസ് എഴുതാനും പാരഗ്രാഫുകളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു എലമെൻറ്റാണ് ഈ പാരഗ്രാഫ് എലമെൻറ്റ് എന്ന് പറയുന്നത്, പി അല്ലെങ്കിൽ പാരഗ്രാഫ് എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ 2 സെറ്റ് ഓഫ് എലമെൻസിനെ കുറിച്ച് പറഞ്ഞു, ഹെഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എലമെൻസിനെ കുറിച്ചും പറഞ്ഞു, പാരഗ്രാഫ് എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള എലമെൻസിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഒരു HTML പേജിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, നമ്മളൊരു ഡിഫോൾട്ട് ആയിട്ടുള്ളൊരു HTML ഫയല് അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ലൈനിൽ നമ്മൾ ഡോക് ടൈപ്പ് അല്ലെങ്കിൽ ഈ ഡോക്യുമെൻ്റ് ടൈപ്പ് HTML ആണെന്ന് പറയുന്നു. എല്ലാം എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എലമെൻറ്റ്സിന് ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഈ ടൈറ്റിൽ എന്ന് പറയുന്നത് ഒരു ഈ ഒരു എലമെൻറ്റിൻ്റെ ഓപ്പണിംഗ് ടാഗും ഇതിൻ്റെ ക്ലോസിംഗ് ടാഗുമാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ HTML എന്ന് പറയുന്ന ഒരു പാരൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിലുള്ളത്, HTML എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഓപ്പൺ ചെയ്തിട്ട് /HTML എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ക്ലോസ് ചെയ്തു. അതിനുള്ളിലാണ് നമ്മുടെ കണ്ടൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം ഇതിനൊന്ന് ഒരു ടാബ് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ കാണാം, ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ഫോർമാറ്റ് ചെയ്യുകയെന്ന് വിചാരിക്കുക, കുറച്ചും കൂടി ഒരു വിസിബിലിറ്റി എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും ടോപ്പിൽ HTML എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് എലമെൻറ്റും ഏറ്റവും ബോട്ടം /HTML എന്ന് പറഞ്ഞ ക്ലോസിംഗ് എലമെൻറ്റും ഉണ്ട്. അതിനുശേഷം നമ്മളുടെ ഹെഡ് എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് എലമെൻറ്റിൻ്റെയും /head എന്ന് പറയുന്ന ഒരു ക്ലോസിംഗ് ടാഗിൻ്റെയും ഉള്ളിൽ, ഹെഡ് എലമെൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിനൊരു ഓപ്പണിംഗ് ക്ലോസിംഗ് എലമെൻ്റ് ഉണ്ട്. അതിനുശേഷം ഇവിടെ നമ്മൾ ബോഡി എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് എലമെൻറ്റ് ടാഗിൻ്റെയും /body എന്ന് പറയുന്ന ഒരു ക്ലോസിംഗ് ടാഗിൻ്റെയും ഉള്ളിലാണ് നമ്മൾ കണ്ടൻറ്റ് കൊടുത്തത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു സെലക്ഷനിൽ ഇത്രയും കണ്ടൻറ്റ് നമ്മുടെ പേജിൽ വിസിബിൾ ആവുന്നുണ്ടല്ലേ, അതായത് ഈ ഒരു പേജിൽ ഇത്രയും കാര്യങ്ങൾ വിസിബിൾ ആവുന്നുണ്ട്. പക്ഷേ ഈ ടൈറ്റിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ പേജ് ടൈറ്റിൽ എന്ന് പറയുന്ന കാര്യം ഇവിടെ ഇതിൻ്റെ പേജിൻ്റെ ഈ ടാബിൻ്റെ ടൈറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഹെഡ് എന്ന് പറയുന്ന എലമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെറ്റാ ഇൻഫർമേഷൻസ് എന്നാണ് നമ്മളതിനെ ബേസിക്കലി പറയുന്നത്. അതായത് ടൈറ്റിൽ, അതുപോലെ ഈ പേജിൻ്റെ എന്ത് പേജാണെന്ന് പറയുന്നിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ, അങ്ങനെ ആ പേജിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഇൻഫർമേഷൻസ് എല്ലാം കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇനി മുന്നോട്ട് CSS ജാവാസ്ക്രിപ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരും, അതൊക്കെ ലിങ്ക് ചെയ്യാനായിട്ട് അത്തരം കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ ഹെഡ് എലമെൻറ്റിനാണ് ഉപയോഗിക്കുന്നത്. ഇതിനുള്ളിലാണ് നമ്മൾ അത്തരം കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. ഇനി ഈ ബോഡി എന്ന് പറയുന്ന ഈ ഒരു എലമെൻറ്റിനുള്ളിലാണ് നമ്മുടെ കണ്ടൻറ്റ്, അതായത് എന്താണ് വെബ്സൈറ്റ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടത് ആ ഒരു കണ്ടൻറ്റ് നമ്മൾ കോഡിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഒരു ബേസിക് സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഈ സ്ട്രക്ചറിനുള്ളിൽ നമ്മൾ കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചു, നമ്മളത് റീലോഡ് ചെയ്ത് കാണിച്ചു. ഇനി ഒരേ ഒരു കാര്യം കൂടി, നമ്മളിവിടെ ബ്ലൂഷെൽ ടെക്കിൻ്റെ ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ ലോഡ് ചെയ്തപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ കണ്ട പോലെ file.html എന്നുള്ളൊരു ഫയൽ നമ്മൾ കണ്ടില്ല അല്ലേ, പകരം ആ ഒരു പേജ് അതുപോലെ അങ്ങ് ഡിസ്പ്ലേ ആകുമായിരുന്നു.
നമ്മളൊരു ഫയലൊന്നും ക്ലിക്ക് ചെയ്തതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ, നമ്മളങ്ങനെ കൊടുത്തിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫയൽ .html എന്നുള്ളൊരു നെയിമാണ് നമ്മുടെ HTML ഫയലിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഫയൽ .txt എന്ന് പറയുന്നത്, ഇപ്പം txt എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഫയലാണ്, അതിവിടെ അത് ജസ്റ്റ് ഒരു ഫയലായിട്ട് തന്നെ വർക്ക് ചെയ്യത്തുള്ളൂ. പക്ഷേ HTML ഫയലിലേക്ക് വരുമ്പം ഇതിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഫയൽ .txt എന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ഈ ഫയൽ .html ഉള്ള പേരിന് പകരം index.html എന്ന് ഇതിനെ ഞാൻ റീനെയിം ചെയ്യുവാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് വെബ്സൈറ്റ് എന്ന് പറയുന്ന ഫോൾഡറിനുള്ളിൽ index.html എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. അതിന് നമ്മൾ മുമ്പ് കൊടുത്ത അതേ കണ്ടന്റ് ആണുള്ളത്, കാരണം നമ്മൾ ജസ്റ്റ് റീനെയിം ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മുടെ പേജിലേക്ക് വന്നിട്ടൊന്ന് റീഫ്രഷ് ചെയ്യുവാണെങ്കിൽ കണ്ടോ, ഈ ഒരു അഡ്രസ്സ് എടുത്ത് നമ്മൾ എൻ്റർ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മുമ്പ് കൊടുത്ത അതേ പേജ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഡിസ്പ്ലേ ആയി വരുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ URL ഈ അഡ്രസ്സിലോ ഒന്നും ചേഞ്ച് വന്നിട്ടില്ല അല്ലേ, പക്ഷേ ഡീഫോൾട്ടായിട്ട് ഒരു നമ്മുടെ ഫയൽ ലോഡ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വെബ് സെർവറിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു വെബ് സെർവറാണ് നമ്മളിവിടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ലോക്കലി ഒരു വെബ് സെർവറാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെർവറിൻ്റെ ഫോൾഡറിൽ, ഇപ്പം ഫസ്റ്റ് വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഫോൾഡറിലാണ് നമ്മളിപ്പം വർക്ക് ചെയ്യുന്നത് അല്ലേ, ആ ഫോൾഡറിൽ ലോഡ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ആദ്യമേ അവർ നോക്കുന്നത് index.html എന്നുള്ളൊരു ഫയൽ ഉണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും. നമ്മളിവിടെ HTML ആണല്ലോ പഠിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ index.html എന്നുള്ള ഫയൽ ചെക്ക് ചെയ്യും. അങ്ങനെ ഒരു ഫയൽ ഉണ്ടെങ്കിൽ, അതായത് index.html എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഫയലിനെ അവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെബ്സൈറ്റ് എന്നുള്ള ഫോൾഡറിനുള്ളിൽ index.html എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ആ ഫയലിനെ ഓട്ടോമാറ്റിക്കലി റീഡ് ചെയ്ത് അതിനെ റൺ ചെയ്യിപ്പിക്കും. അപ്പം ഞാനൊരു എക്സാമ്പിളും കൂടി പറയാം. ഇപ്പോൾ ഇവിടെ ഞാൻ about.html വേറൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് ജസ്റ്റ് ഒരു കണ്ടൻറ്റ് നമുക്ക് എന്തെങ്കിലും കൊടുക്കാം, HTML അല്ലെങ്കിൽ ഹലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടൻ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെബ്സൈറ്റിനകത്ത് about.html ഉണ്ട്, index.html ഉണ്ട്. ഞാൻ ഇനി പേജിൽ നിന്ന് റീലോഡ് ചെയ്യുമ്പോൾ അപ്പോഴും എൻ്റെ index.html കണ്ടൻറ്റ് മാത്രമേ ലോഡായി വരുന്നുള്ളൂ അല്ലേ. അതിന് കാരണം ഓട്ടോമാറ്റിക്കലി index.html എന്നുള്ളൊരു ഫയലുണ്ടോ എന്ന് നോക്കി, ആ ഫയൽ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ലോഡാവും. ഈ പറയുന്ന about.html എന്നുള്ള അതൊരു വേറൊരു പേരാണല്ലോ. അപ്പോൾ index.html പ്രത്യേകം ഓർത്ത് വെക്കുക, index.html എന്നുള്ളൊരു ഫയൽ നെയിം ഉണ്ടെങ്കിൽ അതായിരിക്കും ഓട്ടോമാറ്റിക്കലി റീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഏറ്റവും ബേസിക് ആയിട്ടൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് HTML അതിനകത്ത് കണ്ടൻറ്റ് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഒരു index.html എന്ന് പറയുന്ന ഒരു ഫയൽ നെയിം നമ്മൾ കൊടുത്തു. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പേജിൽ ഡൊമൈൻ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞപ്പോൾ localhost/first website എന്ന് കൊടുത്തപ്പോൾ ആ ഫോൾഡറിനുള്ളിലുള്ള index.html ഓട്ടോമാറ്റിക്കലി ലോഡ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളൊരു ബേസിക് ആയിട്ടുള്ളൊരു HTML ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇനി നമ്മുടെ വരുന്ന വീഡിയോസിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പേജ് നമ്മൾ ഡെവലപ്പ് ചെയ്യും. സോ അതുവരെ ഈ ഒരു ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്യൂട്ടോറിയൽ സീരീസ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് വെബ്സൈറ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിലേക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുക. സോ അടുത്ത വീഡിയോ വരുന്നവരെ സൈനിങ് ഓഫ്. താങ്ക് യു.